ബസ്ലിക്കായിലെ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സമരം രാപകൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 7-ാം ദിവസം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ വിശ്വാസികളും അവരോടൊത്ത് തന്നെ ചരിക്കുകയാണ്. ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥനയോടുകൂടെ അവരുടെ കൂടെ തന്നെയാണ്. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. കൃത്യം 1 വർഷം മുമ്പ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച മാർപ്പാപ്പയുടെയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും തീരുമാനങ്ങൾ അട്ടിമറിച്ച് ശീഷ്മയിൽ തുടരുന്ന മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും പെർമനൻറ്റ് സിനഡ് മെത്രാന്മാരും സമ്പൂർണ്ണ സിനഡും ബാക്കിയുള്ള വൈദികരും ശീഷ്മയിൽ തന്നെയല്ലേ? നമ്മൾക്കെല്ലാവർക്കും വളരെ ആകാംക്ഷഭരിതരായി നമ്മൾ കാണുകയാണ്, എന്താണ് ഇവർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന കൃത്യമായി അർപ്പിക്കാത്ത വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്തു പോകുമെന്ന് ശക്തമായി തന്നെ ഒരു മുന്നറിയിപ്പ് സഭാ നേതൃത്വം സർക്കുലറായിട്ട് അയച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സർക്കുലറിനെയും അട്ടിമറിക്കാൻ പാമ്പ്ലാനി പിതാവും പുറകിൽ നിന്ന് തട്ടിൽ പിതാവും തട്ടിപ്പ് നടത്തുമോ എന്നാണ് ഇന്ന് ഞങ്ങളുടെ വിശ്വാസികളുടെ സംശയം. അതിനാൽ തന്നെ ഞങ്ങൾ വനിതകൾ ഇനി മുൻനിരയിൽ തന്നെയായിരിക്കും. ഏതൊരു താടി യൂദാസിനെയും ഏതൊരു ഋജു കുഞ്ഞുക്കാരനെയും എല്ലാത്തിനെയും ഞങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇതാ ഞങ്ങൾ മുന്നോട്ട് 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 എന്നുമെന്നേക്കും മണവാളനച്ഛനെ അവിടെ നിന്നും മാറ്റുക. ഞങ്ങളുടെ ആവശ്യങ്ങൾ അതാണ്. 31 വൈദികരെ സഭയിൽ നിന്നും പുറത്താക്കുക. അതുകൂടാതെ ഇപ്പോൾ നടക്കുന്ന പാമ്പ്ലാനിയുടെ സമവായ തന്ത്രം, സമവായ പായസം വീട്ടിലേക്ക് കണ്ണൂർക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിളമ്പിക്കോട്ടെ. എറണാകുളം രൂപതയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ ഈ സമവായ പായസം വിളമ്പണ്ട, അതിവിടെ കത്തിക്കരിഞ്ഞിരിക്കുകയാണെന്ന് കണ്ണൂർക്കാരൻ മനസ്സിലാക്കിക്കോട്ടെ. എത്രയും വേഗം സഭയെ രക്ഷിക്കുക എന്നുള്ള വനിതകളുടെ ഒരു മുൻനിരയിലുള്ള പോരാട്ടമാണ് ഇനി സഭാംഗങ്ങൾ കാണാൻ പോകുന്നത്. കാണുക, എല്ലാവരും കൂടെയായിരിക്കുക, ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുക, നമ്മുടെ സഭയെ നിലനിർത്തുക. നമ്മുടെ സഭയുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി വിശുദ്ധരായ വൈദികരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടാകുവാനായിട്ട് നമുക്ക് അക്ഷീണം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളുടെ സ്വന്തം ലാലി ചേച്ചി.